ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് തന്ന ജോർജിയയിലെ രണ്ട് പ്രധാനപ്പെട്ട നാച്ചുറൽ വണ്ടേഴ്സിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒക്കാട്സെ കാന്യൻ ആൻഡ് മാർട്ടിവ്ലി കാന്യൻ. നിങ്ങൾ പ്രകൃതി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, മനോഹരമായ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള നല്ല ട്രാവൽ വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ബഡ്ജറ്റ് ജോർജിയ. ജോർജിയയിൽ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂർ ഓപ്പറേറ്റേഴ്സാണ്. ദിസ് ഈസ് ജോർജ്. പുള്ളിയാണ് നമ്മുടെ ഇന്നത്തെ ടൂർ ഗൈഡ്. Everyone here for that tour? All right, great. കുത്തേസിൽ നിന്നും 50 കിലോമീറ്റർ ദൂരമുള്ള ഗോർദി എന്നറിയപ്പെടുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ഒക്കാട്സെ കാന്യൻ. Our previous government moved the Parliament of Georgia to Kutaisi. The idea was that they wanted to decentralize the government because every decision was being made in Tbilisi and other cities were not represented at all. So they split the power amongst the other large cities of our country. അങ്ങനെ 1 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ ഒക്കാട്സെ കാന്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഹൈക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ കാണുന്നത്. നല്ല ഭംഗിയിൽ തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഹൈക്ക് ചെയ്യാനുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടിയത്. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ ഒരു ഫൈനൽ പോയിൻ്റാണ്. നമുക്കെന്തായാലും ഈ ഒരു യാത്ര ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം വൺ സൈഡ് നമുക്ക് ഹൈക്ക് ചെയ്യാനുണ്ട്. വളരെയധികം എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഈ ഒരു യാത്രക്ക് പുറപ്പെട്ടത്. ഒരുവിധം നിരപ്പായ സ്ഥലങ്ങളൊക്കെ നമ്മൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഒരുപാട് കയറ്റങ്ങളും അതുപോലെ തന്നെ ഇറക്കങ്ങളും ഒക്കെയാണ്. ഭയങ്കര ശക്തമായ കാറ്റുള്ളൊരു ദിവസമായിരുന്നു അന്ന്. ആൻഡ് ദിസ് ഇസ് മീ. ഇതെൻ്റെ ഒരു ഫസ്റ്റ് പ്രോപ്പർ ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് ദൂരം കവർ ചെയ്തിരിക്കുന്നു. പകുതി ആയപ്പോൾ എല്ലാവരോടും ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഹൈക്കിംഗ് തുടരാൻ പറ്റാത്തവർക്ക് ബാക്കിയുള്ള എൻഡ് പോയിന്റിലേക്ക് കാർ വഴി പോകാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും ഫുൾ ഹൈക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കാരണം അതാണല്ലോ നമുക്കൊരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇനിയുള്ള ഹൈക്കിങ്ങിലാണ് ഏറ്റവും നല്ല കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. മൊത്തം 890 സ്റ്റെയേഴ്സാണ് നമുക്ക് ഇതുപോലെ കയറി ഇറങ്ങാനുള്ളത്. ഈ ഹൈക്കിങ്ങിൻ്റെ മോസ്റ്റ് ത്രില്ലിംഗ് മൊമെൻറ്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞ ആ മൊമെൻറ്റ് ഇതാണ്. ഈ ഒരു സീ ത്രൂ ബ്രിഡ്ജാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് തോന്നിയത്. താഴെയുള്ളതെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റ് വരെ നമ്മൾ നടന്ന ദൂരം 2.5 കിലോമീറ്ററാണ്. സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള തികച്ചും എയറിൽ സസ്പെൻഡായി നിൽക്കുന്ന ബ്രിഡ്ജസാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഹൈക്കിംഗ് ചെന്ന് അവസാനിക്കുന്ന
നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഫൈനൽ പോയിന്റ് അതിതാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ ഒരു വാക്ക് വേ നിർമ്മിച്ചിട്ടുള്ളത്. ബൈ ദ വേ, ദിസ് ഇസ് കോട്ടയംകാരൻ ടീജോ ചേട്ടൻ and he came all the way from Germany to Georgia. Hi. And we have finally reached at the end point of this hiking. The final view was really amazing and അത്യാവശ്യം പാക്ഡ് ആയിരുന്നു ഈ ഒരു സ്ഥലം. മാത്രമല്ല ഇവിടെ കാറ്റ് കുറച്ച് കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ക്യാമറയും സ്റ്റിക്കും കൂടി പറന്നു പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. സോ ഈ ഒരു 3 കിലോമീറ്റേഴ്സ് ഹൈക്ക് വളരെ വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. Let me show you some beautiful views. സോ നമ്മളിനി തിരിച്ച് പോവുകയാണ്. റിട്ടേൺ നമുക്ക് ഇതേ ദൂരം തന്നെ നടക്കാനുണ്ട്. Overall, I have to say this was my first hiking experience and I thought it would be simple and easy, but hiking for 6 to 7 kilometers was quite an attempt as a beginner and I was very happy to do that. And we are heading to our next location. അങ്ങനെ നമ്മൾ മാർട്ടിവിലി കാന്യൻസിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയും അവിടുത്തെ പോലെ നല്ല കാറ്റുണ്ട്. കണ്ടില്ല, കാറ്റ് കാരണം നമ്മുടെ ജോർജിൻ്റെ തൊപ്പി വരെ പറന്നുപോയി. ഞങ്ങൾക്ക് കുറച്ചധികം തന്നെ നടക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെന്നെത്തുന്നത് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഒരു ഒബ്സർവേഷൻ പോയിന്റിലേക്കാണ്. ഇവിടെ ഞാൻ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. അവിടുത്തെ മോസ്റ്റ് റെക്കമെൻഡഡ് ആക്ടിവിറ്റിയാണ് ഈ കാന്യൻസിൻ്റെ ഇടയിലൂടെയുള്ള ബോട്ടിംഗ്. പക്ഷേ അന്നത്തെ ദിവസം കാറ്റ് കാരണം അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് ചെയ്യാൻ പറ്റാത്തതിൽ ചെറിയൊരു വിഷമം കൂടിയുണ്ട്. നമ്മളിന്ന് വിസിറ്റ് ചെയ്ത 2 സ്ഥലങ്ങളും നാഷണൽ പാർക്സ് ഓഫ് ജോർജിയയുടെ ഭാഗമാണ്. സത്യം പറഞ്ഞാൽ ജോർജിയയിൽ വരുന്നവർ കൂടുതലും കുത്തേച്ചി ഒന്നും എക്സ്പ്ലോർ ചെയ്യാതെ പോകാറാണ് പതിവ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ അണ്ടർ റേറ്റഡ് ആണ്. എൻ്റെ ഒരു സജഷൻ, ജോർജിയ പോകുമ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കൂടി നിങ്ങളുടെ ഐറ്റിനറിയിൽ ഉൾപ്പെടുത്തണം എന്നാണ്. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതലും നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. So, thank you for
coming with us. Thank you for visiting our small city of Kutaisi. Because a lot of people, when they fly to the airport, they drive straight to Batumi or Tbilisi, and they're missing out. So thank you guys for sticking around and checking out our town, and I hope to see you again in the future. Now we are moving back towards Kutaisi, and we should be there in 35 minutes. That's a wrap up. We're back. Yeah, thank you very much. All right. All right. Kyle, nice to meet you guys. Nice to meet you guys. It was nice to meet you. Visit us again in the future. Of course. Yeah, let's get out the road. Go.